ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുക. ഉഴുന്നും കടുകും ഈ പാകമാകുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഇളക്കുക. ഇത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരണം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. അതിനുശേഷം അതിലേക്ക് നടുവേ കീറിയ പച്ചമുളക് ഒരു 2-3 എണ്ണം ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിനകത്തേക്ക് ആവശ്യത്തിന് സവാള അരിഞ്ഞത് ചേർക്കുക. സവാള ഈ രീതിയിലാണ് അരിഞ്ഞ് എടുക്കേണ്ടത്. ഈ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. സവാള അത്യാവശ്യം വാടി വരുമ്പോഴേക്കും നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇതിനകത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്ന തക്കാളി ആവശ്യത്തിന് തികയാത്തത് കൊണ്ട് നമ്മൾ ഇതിനകത്തിലേക്ക് ടൊമാറ്റോ പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വേവിക്കാൻ വെക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ അരി ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മസാല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തവി കൊണ്ട് ചെയ്യുമ്പം ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ചോറ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഈ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് പിടിക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ തവി കൊണ്ട് ഇതിങ്ങനെ കുറച്ചായിട്ട് ഇളക്കി കൊടുത്ത് മസാല എല്ലായിടത്തും പിടിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. നിങ്ങൾക്ക് ആദ്യം ഈ അരി വേവിച്ചെടുക്കുമ്പോൾ തന്നെ അതിനകത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നീട് ഇതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ഈ തക്കാളി ചോറിൻ്റെ സ്വാദിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. വളരെ സ്വാദിഷ്ടമായ ഹെൽത്തിയായ തക്കാളി ചോറ് ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയോ കുറച്ച് തൈരോ പപ്പടമോ വേണമെങ്കിൽ ഒരു അച്ചാറോ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചേർത്ത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നന്ദി, നമസ്കാരം.